ബഹിരാകാശ ടൂറിസത്തിലെ ഏറ്റവും പുതിയ കാൽവയ്പ്. 1963 വോസ്റ്റോക്ക് 6 ദൗത്യത്തിൽ വാലന്റീന ടെരഷ്കോവയുടെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ആദ്യമായി സ്ത്രീകൾ മാത്രം പങ്കാളികളാകുന്ന ബഹിരാകാശ ദൗത്യം. പോപ്പ് ഗായിക കേറ്റി പെറിയും മറ്റ് 5 സ്ത്രീകളും ചേർന്ന് ഒരു ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി. സ്ത്രീകൾ മാത്രമുള്ളൊരു വിജയകരമായ യാത്ര പൂർത്തിയാക്കി അവർ ചരിത്രത്തിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. 11 മിനിറ്റ് നീണ്ട ദൗത്യത്തിൽ ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള കർമൻ ലൈനിലൂടെ സഞ്ചരിച്ച് പേടകം തിരിച്ച് ഭൂമി തൊടുകയായിരുന്നു. ഈ ചരിത്രയാത്ര ബഹിരാകാശ ടൂറിസത്തിലേക്കുള്ള വലിയ താല്പര്യത്തിന് കാരണമായിട്ടുണ്ട്. ഈ ഒരു യാത്രാ ചെലവ് താങ്ങാൻ എല്ലാവർക്കും കഴിയില്ല എങ്കിലും അത്തരം യാത്രകളുടെ ചെലവിനെക്കുറിച്ച് സകലരും അന്വേഷിക്കാനും തുടങ്ങി. ബ്ലൂ ഒറിജിൻ പോലും ഈ ഒരു ചെലവിനെക്കുറിച്ച് മൗനം പാലിച്ച സമയത്ത് വിർജിൻ ഗാലക്റ്റിക് അവരുടെ സബ് ഓർബിറ്റൽ ഫ്ലൈറ്റിന് ചെലവാക്കിയത് $4.5 ലക്ഷം, അതായത് 3.85 കോടി രൂപയാണ്. ടെക്സസിലെ ബ്ലൂ ഒറിജിന്റെ കേന്ദ്രത്തിൽ നിന്ന് പ്രാദേശിക സമയം 8:30 പേടകം വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള സബ് ഓർബിറ്റൽ ഭ്രമണപഥത്തിലാണ് സംഘം ചെലവഴിച്ചത്. ഏപ്രിൽ 14 ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിന്റെ 11ാമത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ് NS-31. ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിൽ പോപ്പ് ഗായിക കേറ്റി പെറിയും ജെഫ് ബെസോസിന്റെ വധു ലോറനും ഉൾപ്പെടെ 6 പേർ ബഹിരാകാശത്തേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് പൂർത്തിയാക്കിയ ശേഷം ഭൂമിയെ ചുംബിക്കുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചു. ബഹിരാകാശത്തിന്റെ അരികിൽ നിന്ന് ഭൂമിയെ നോക്കുന്നതിന്റെ അനുഭവം വിവരിക്കുമ്പോൾ കേറ്റി പെറിയുടെയും ടീമിന്റെയും കണ്ണുകൾ നിറഞ്ഞു. ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയ ശേഷം ഗായിക കേറ്റി പെറി ദൗത്യം 10 ഔട്ട് ഓഫ് 10 ആണെന്നും ഒപ്പം ഈ യാത്ര മറ്റുള്ളവർക്കും തന്റെ മകൾക്കും പ്രചോദനമാകട്ടെ എന്നും പറഞ്ഞു. കേറ്റി പെറിയോടൊപ്പം ജെഫ് ബെസോസിന്റെ പ്രതിശ്രുത വധു ലോറൻ സാഞ്ചസ്, പത്രപ്രവർത്തകയും TV അവതാരകയുമായ ഗെയിൽ കിങ്, പൗരാവകാശ അഭിഭാഷകയായ അമാൻഡ ന്യൂയൻ, ചലച്ചിത്ര നിർമ്മാതാവ് കെരിയാൻ ഫ്ലിൻ, സംരംഭകയും നാസയുടെ മുൻ റോക്കറ്റ് ശാസ്ത്രജ്ഞയുമായ ആയിഷ ബൂഫ് എന്നിവർ അടങ്ങുന്നതായിരുന്നു ബ്ലൂ ഒറിജിന്റെ ബഹിരാകാശ ദൗത്യ സംഘം.